ഏവർക്കും നമസ്കാരം. ഇന്ന് ഈ ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെൻ്ററിൽ ചെറിയൊരു അഭിമുഖമാണ് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ വാസ്തുവിദഗ്ധ ശാസ്ത്രജ്ഞനായ ഡോക്ടർ നിഷാന്ത് തോപ്പിലും ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് സെൻ്ററിൻ്റെ പാട്രണും 7th വൈസ് ചാൻസലറുമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 7th വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ കുറുപ്പുമാണ്. ഈ അഭിമുഖ സംഭാഷണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. സ്വാഗതം. നമസ്തേ. അങ്ങയുടെ പോലുള്ളൊരു മഹാനായ വ്യക്തിയുടെ കൂടി ഇരിക്കുക എന്ന് തന്നെ പറയുന്ന ഒരു ഭാഗ്യമാണ്. കുറുപ്പ് സാറിൻ്റെ കുറേ കാര്യങ്ങൾ പലതിലും ഞാൻ വായിച്ചിട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. ഇന്നൊരു വലിയ മഹാഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വലിയൊരു മഹാൻ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അതായത് കാറൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ പറഞ്ഞതാണ്, ഒരു സംഗീതജ്ഞൻ മഹാനായിരിക്കാം, ചിത്രകാരൻ മഹാനായിരിക്കാം, പക്ഷേ ഇവരൊന്നും യഥാർത്ഥത്തിൽ മഹാനല്ല. മഹാനാകുന്നത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ താങ്കൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. താങ്കളെപ്പറ്റി ഞാൻ കേട്ടറിഞ്ഞിടത്തോളം എൻ്റെ സുഹൃത്ത് ദിവാകരൻ കമ്പാലിയിൽ നിന്ന് അറിഞ്ഞത്, വാസ്തു വിദഗ്ധന്മാർ സാധാരണ ഡീകൺസ്ട്രക്ഷനാണ്. അതായത് ഇന്നത് മാറ്റണം, കക്കൂസ് പൊളിക്കണം, കുളിമുറി ഇവിടെയല്ല, ഡൈനിങ് ഹോൾ മറ്റേ ദിക്കിലേക്ക് പോകണമെന്ന് പറയും. അങ്ങ് അത് ഡീകൺസ്ട്രക്ഷനല്ല, ഒരു പുനർനിർമ്മാണം എന്നല്ല. എന്തുകൊണ്ട് ഈ ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാം, ആ വിഷയത്തിലാണ് പ്രാവീണ്യം നേടിയിട്ടതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. സാറേ, ശരിക്കും ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞാൽ, അതായത് തച്ചുശാസ്ത്രം എന്ന് പറയുന്നത് തച്ചൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ അളവുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ അളവുകൾ കറക്റ്റ് അല്ലാണ്ട് വരുമ്പോഴാണ് പൊളിച്ച് മാറ്റേണ്ടി വരുന്നത്. പക്ഷേ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഈ അളവ് ഉപയോഗിച്ച് ഈ ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ആശാരിമാർ, അതായത് തച്ചന്മാർ, അവർ കൂടം കൂട്ടിയിട്ട് നമ്മളെ ഉത്തരത്തിൽ ഇറക്കുകയാണ് ചെയ്യുക, കപ്പിയും കയറി കിട്ടിയിട്ട്. അപ്പോൾ ഉത്തര ചുറ്റ് കറക്റ്റല്ല എങ്കിൽ നമുക്കിത് സീറ്റഡ് ആയില്ല. ഇല്ല. അപ്പോൾ അവരെന്ത് പറഞ്ഞു, പക്ഷെ അവരുടെ പണി വരുന്നത് ലാസ്റ്റാണല്ലോ ഓടുന്നത്. അപ്പോൾ ആദ്യം അവർ പറയും കണക്ക് തെറ്റരുത് കേട്ടോ, കല്ലാശാരിനോട് പറയും. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് കണക്ക് തെറ്റരുത് ഇതൊരു വിശ്വാസമായി മാറി. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞു. ഇപ്പോൾ കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നം. ഇങ്ങനെയാണ് ഒരു ചുറ്റളവിൽ കുടുങ്ങിക്കിടക്കുകയാണ് കേരളം. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ പൊളിക്കേണ്ടിയോ മാറ്റേണ്ടിയോ ഒന്നും ആവശ്യമില്ല. കാരണം ഈ വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്, ഒരു 1800ഓളം ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മളുടെ കണക്ക് നോക്കുക എന്നുള്ളത്, മാത്തമെറ്റിക്കൽ വാസ്തു എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ, ഊർജപ്രവാഹങ്ങൾ, ഭൂമിയുടെ ചലനം, മാഗ്നറ്റിക് ഫോഴ്സ്, കാറ്റിൻ്റെ ഗതി, ഇങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പണ്ടേ ഈ കണക്ക് തെറ്റരുത് എന്നുള്ളത് കൊണ്ട് നമ്മളെ കേരളം ഒരു വാസ്തുക്കാരനെ വിളിക്കാൻ പേടിയാണ്. എന്താ ദോഷം? അപ്പോൾ ഇയാൾ എന്താ എവിടെയാ വിളിക്കാൻ പറയാന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു ഇതിലാണ് ആളുകൾ. കണക്ക് തെറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പിഴകൾ. ഇപ്പം നമുക്കൊരു എയർപോർട്ടിൽ നിന്ന് മറ്റേ എയർപോർട്ടിലേക്ക് പോകുന്ന അക്ഷാംശത്തിൻ്റെ കണക്കിലാണ്. ആ കണക്കൊരിക്ക് തെറ്റിയാൽ എന്താവും? വേറെ രാജ്യത്ത്. അപ്പോൾ ഈ കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പെരുന്തച്ചൻ്റെ കഥ. പെരുന്തച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഴുവൻ നിലത്ത് പണിയെടുത്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് 64 ഈ സാധനങ്ങൾ ജോയിൻ ചെയ്തിട്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കേരളത്തിൽ തച്ചുശാസ്ത്രം കണക്കുകളെല്ലാം വളർന്നു വന്നിട്ടുള്ളത്. നമ്മൾ ആശാരിമാരെന്ന് പറഞ്ഞാൽ അവരാശാരി എന്ന് പറഞ്ഞ് നമ്മളെ സമൂഹം മാറ്റി നിർത്തിയതാണ് ഏറ്റവും വലിയ തെറ്റ്. അവർ എഞ്ചിനീയേഴ്സാണ്. കറക്റ്റ്. ഇപ്പോൾ ഞാനൊരു ഷിപ്പ് ഉണ്ടാക്കി കേരള ഗവൺമെൻറ്റിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ആ നാരായണൻ എന്ന് പറയുന്ന ആളിപ്പോൾ ജീവനോടെ ഇല്ല, ബേപ്പൂരിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. അയാൾ ഉണ്ടാക്കിയ ആ കപ്പൽ ഓടി ദുബായിലും മറ്റും എത്തണം. എന്തെങ്കിലും ഒരു പാവപ്പഴ വന്നാൽ എന്ത് ചെയ്യൂ? അത് പറയോ? അദ്ദേഹം ഇവിടെ ഒരു വലിയൊരു ബോട്ടപകടം ഉണ്ടായി. ഞങ്ങളെ ഇതുപോലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ബോട്ടപകടത്തിൻ്റെ കാരണം അത് കൊട്ടിയ വെഹിക്കിളാണെങ്കിൽ ഒരിക്കലും അറിയില്ല,
അത് സബൂക്കായിപ്പോയി. സബൂക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ, കൊട്ടിയാന്ന് പറഞ്ഞാൽ കുറേ കൂടി അവിടെ നമ്മൾ ഈ ശാസ്ത്രം ഇന്ത്യയിൽ എത്രയോ കാലമായിട്ട് ആർ.കെ. മുഖർജിയും മറ്റും പറയുന്നത് ഷിപ്പിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ഹിന്ദുമതവും ബുദ്ധമതവും ഇതായിട്ടുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പോയി. അവർ ഈ കണക്കുകളും ക്ഷേത്രങ്ങളുടെ കണക്കുകളെല്ലാം കൊണ്ടുപോയിട്ട് അവരത് ചെയ്തു. ഇത് ഈ കണക്കുകൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ സംരക്ഷിക്കുന്ന ഒരു ചിട്ടയൂടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, ഇപ്പം ഭോപ്പാലിൽ കെ മുഹമ്മദ് അവിടെ ഒരു ശിവലിംഗത്തിന് ഇത് കാനോപ്പി ഉണ്ടാക്കുകയാണ്. ആ കാനോപ്പി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ആ കണക്കുകൾ മുഴുവൻ കാനോപ്പി നശിച്ചു പോയതാണ്. അതിൻ്റെ കണക്കുകൾ മുഴുവൻ സമീപത്തുള്ളൊരു പാറക്കെട്ടിൽ വ്യക്തമായി കൊത്തിവെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ഡോക്യുമെന്റേഷൻ എവിടെയാണ് നടക്കുന്നത്? അവർ കടലാസിലെല്ലാം എഴുതി വെച്ചത്. ഇറ്റ് ഈസ് ഡോക്യുമെന്റ്. അതുപോലെ തന്നെ സാർ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ സ്ഥലത്തിൻ്റെ പേര് എലോറയിൽ. എലോറയിൽ ആ ശിവക്ഷേത്രം നിൽക്കുന്നത് ഒരു പ്രൊജക്റ്റഡ് തൂണുകളില്ല, ഒരു കോൺക്രീറ്റ് പോലെ കല്ല് വെട്ടിയ പ്രോജക്റ്റിൽ ആ വലിയ അവിടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിൻ്റെ പ്രത്യേകത മുകളിൽ നിന്ന് താഴേക്കാണ് നിൽക്കുന്നത്. അതിൻ്റെ ആ കാൽക്കുലേഷൻ ഇതെല്ലാം തന്നെ ഒരു ശാസ്ത്രശാഖ ഇന്ത്യയിൽ വളർന്നു വന്നിരുന്നു. അത് ഏതോ കാലഘട്ടത്തിൽ അതിനെ ഈ വിധത്തിൽ ഉപജീവനത്തിൻ്റെ മാർഗമാക്കിയിട്ട് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇതിൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ 4 തരത്തിലാണ് വാസ്തു ഉള്ളത്. അതിലൊന്ന് പറയും ഭൂമി. ഇപ്പൊ ഭൂമി എന്ന് പറയുന്നതിലാണ് ഉയർച്ച താഴ്ച അതിപ്പോൾ എല്ലാം വരുന്നത്, ഭൂമിയുടെ കിടപ്പൊക്കെ. രണ്ടാമത്തെ പറയും പ്രാസാദം എന്ന് പറയും. പ്രാസാദം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളുടെ, അതിലാണ് അന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളുടെയും ഒക്കെ വരുന്നത്. പിന്നെ പറയുന്നതാണ് യാനം. യാനത്തിലാണ് അങ്ങ് പറഞ്ഞ കപ്പലിൻ്റെയും അതുപോലെ തന്നെ യാനം എന്ന് പറയുന്നത്, അതായത് ആണ്. അത് ഈ യാനം പണ്ട് കാലത്ത് പല്ലക്കൊക്കെയാണ്, പല്ലക്ക്, കപ്പല്, അങ്ങനെയുള്ളതൊക്കെ അതാണ്. ഇതൊക്കെ അതായത് ചലിക്കുന്നതല്ല വൈക്കിൾസിന്റെ വാസ്തു. പിന്നെ പറയുന്നത് ശയനം എന്ന് പറയും. ശയനം എന്ന് പറഞ്ഞാൽ ഫർണിച്ചറിന്റെ വാസ്തു. കട്ടില് രാജകൊട്ടാരത്തിലെ കട്ടിൽ എല്ലായിരിക്കും, കട്ടിലിന്റെ എന്ത് സൈസ് വേണം, അതിനൊക്കെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ 4 തരത്തിലായിട്ടാണ് ഭൂമി, പിന്നെ പ്രാസാദം, പിന്നെ യാനം, പിന്നെ സ്റ്റില്ലായിട്ടുള്ളത് ശയനം. ഇങ്ങനെ 4 ഇതിലാണ് വാസ്തു അപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ ഈ പ്രാസാദത്തിൽ തന്നെ പെടുന്നതാണ്. അത് വളരെ മനോഹരമായിട്ടാണ്. ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് സെന്റിമീറ്ററും മീറ്ററും വന്നത്. അതിൻ്റെ മുന്നേ നമ്മളിവിടെ മനോഹരമായ കെട്ടിടങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ പോയാലും ഞാൻ ഈ 15-ാം നൂറ്റാണ്ടിൽ മുമ്പുള്ള ക്ഷേത്രങ്ങളെ പറ്റി സ്റ്റെല്ല രാമലക്ഷ്മം, വാസുദേവ പൊതുവാളും കൂടിയിട്ട് വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. വലിയ ക്ഷേത്രങ്ങൾ 15-ാം നൂറ്റാണ്ടിന് മുമ്പ്. അപ്പോൾ ആ ക്ഷേത്രങ്ങളെല്ലാം കാണുമ്പോൾ ഇത്രയും വലിയ മനുഷ്യശക്തി, ഇത്രയും വലിയ വിജ്ഞാനം ഇതെങ്ങനെ വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ ഈ തച്ചുശാസ്ത്രജ്ഞന്മാരിലൂടെയാണ് വന്നത്. അവരെ നമ്മളെന്താക്കി സമൂഹത്തിൽ നിന്ന് ഒരു തച്ചൻ ആശാരി എന്ന് പറഞ്ഞിട്ട് കണ്ടക്ട് ചെയ്തു. അവിടെ നമ്മൾ തെറ്റുകൾ തുടങ്ങി. അത് നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അത് മെക്കാളെ പ്രഭുവിന്റെ ഒരു കമാൻഡ് ഉണ്ടല്ലോ, മെക്കാളെ ഇവിടെ ഒന്നുമില്ല. അതാണ് ആ ഒരു ഇതാണ് നമ്മളെ സംസ്കാരത്തിനെ മാറ്റിമറിച്ചത്. ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ നെട്ടല് എന്ന് പറയുന്നത് ദർശനശാസ്ത്രമാണ്. ദർശനശാസ്ത്രത്തിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ പറയുന്നത് കായകൽപ്പം. കായകൽപ്പം എന്ന് പറഞ്ഞാൽ ആയുർവേദം, കായത്തിനെ കുറിച്ച് കൽപ്പിക്കുന്നത്, അതാണ് ആയുസിന്റെ ശാസ്ത്രം, ആയുർവേദം. രണ്ടാമത്തത് പറയുന്നതാണ് മനോകൽപ്പം, മനസ്സിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നതാണ് ജ്യോതിഷ ശാസ്ത്രം, അതായത് ഭാവി കൽപ്പം എന്ന് പറയുന്നത്. നാളെ എന്താകും, അതാണ് ജ്യോതിഷ ശാസ്ത്രം. പിന്നെ പറയുന്നതാണ് ഭാഗ്യകൽപ്പം, എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാക്കാം. യഥാർത്ഥത്തിൽ വാസ്തു ദോഷം പറയാനല്ല, ഭാഗ്യം ഉണ്ടാക്കാറില്ല. എങ്ങനെ ഭാഗ്യം, ഇതൊരു പുതിയ പാഠ്യത്തിന്റെ അതായത് ഭാഗ്യകൽപ്പം എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാക്കാം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഓരോരോ സമയാസമയങ്ങളിൽ നമ്മൾക്ക് വേണ്ട ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയണം. കല്ലെടുത്ത് എറിയാൻ കഴിയുന്ന സമയത്ത് കല്ല് കിട്ടണമല്ലോ, അതെ. പിന്നെ ലാസ്റ്റ് പറയുകയാണ് മനോരഞ്ജന കൽപ്പം. മനോരഞ്ജന കൽപ്പത്തിൽ സംഗീതശാസ്ത്രമുണ്ട്, നാട്യശാസ്ത്രമുണ്ട്. അങ്ങനെ എങ്ങനെ മനസ്സിനെ രഞ്ജിപ്പിക്കാം, അതാണ് അതിൻ്റെ സബ്ജക്റ്റ്.
എനിക്ക് ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിനെ ഇത്ര ഉയർത്താനുള്ളൊരു വളരെ മഹത്തായ ഒരു അറ്റംപ്റ്റ് ആണ് ഇത്. അപ്പം ഇന്ന് ഇന്റർവ്യൂ അവര് എന്റെ വളരെ ചെറിയ ലെവലിൽ തുടങ്ങിയതാണ്. ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടല്ല ഇത് വളർന്നു വരാതിരിക്കാം. അതെല്ലാം ഒരു നിയത്ത് എന്ന് പറയും. അല്ല, ഇത് ഡണ്ണാണ്, ഇതെന്തായാലും വളർന്നിരിക്കും. കാരണം ഇത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പിറകോട്ട് പോയി എന്ന് വെച്ചാൽ ഈ 5 എണ്ണത്തിൽ നിന്ന് മാറ്റി മെക്കാളെ പ്രഭു 1835 ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു. ഇന്ത്യൻ ഷുഡ് അഷേംഡ് ഓഫ് ദെയർ ഓൺ കൾച്ചർ. ഇന്ത്യക്കാർക്ക് തന്നെ അവരുടെ സംസ്കാരത്തിന് മോശമായിട്ട് തോന്നണം. അങ്ങനെ ഒരു സംസ്കാരം അവരുണ്ടാക്കി. അതിനു വേണ്ടിയിട്ട് അവർ ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റി, ഗുരുകുല സമ്പ്രദായം മാറ്റി ഒരു യൂറോപ്യൻ സിസ്റ്റത്തിലേക്ക് വന്നു. ഇപ്പോഴും ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഈ മെക്കാളെ പ്രഭുവിൻ്റെ എഡ്യൂക്കേഷൻ. എവിടെയാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിൻ്റെ ആരാവുന്നുള്ള ചർച്ചയായിരുന്നു. ആര് നിയന്ത്രിക്കും, മുഖ്യമന്ത്രി എന്താവും, മന്ത്രി എന്താവും, ഗവർണർ എന്താവും, ഇതാണ് ചർച്ച. ഞാനൊരു അധ്യാപകനായിട്ട് പറയും, എന്ത് ഇവർ പഠിപ്പിക്കും അതിനെപ്പറ്റി പറയത്തില്ല. 2 അക്കാഡമിക് കൗൺസിൽ മെമ്പർ കിട്ടിയാൽ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് തോൽപ്പിക്കൂല്ലേ? നമ്മൾ ചിന്തിക്കട്ടെ, അവരെന്ത് പഠിപ്പിക്കുന്നു, ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയിട്ട് അവരെന്ത് സംഭാവന ചെയ്യും, ഇതാണ് എൻ്റെ ചിന്ത. അല്ല, ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ വളരെ പിറകോട്ട് പോയേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേറ്റഡ് ആണ്. അതായത് യഥാർത്ഥത്തിൽ ആരണ്യകങ്ങളിൽ തുടങ്ങി, പിന്നെ എന്ന് പറഞ്ഞാൽ ഋഷിമാരിൽ തുടങ്ങി, വേദങ്ങളിലായി. വേദങ്ങളിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അഥർവ വേദത്തിൻ്റെ ഉപഭേദമായിട്ടാണ് വാസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം അതായത് മെറ്റീരിയൽ ബെനിഫിറ്റ് ഉണ്ടാകുക. ഇപ്പം നേരത്തെ പറഞ്ഞ ഭാഗ്യം എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് 3 തരത്തിലാണ് വരിക. ഒന്നാമത്തത് പറയുന്നത് ബൈ ബർത്ത്, എവിടെയാണോ ജനിച്ചു വീഴുന്നത്. ഒരാൾ ഹിന്ദു ആണ്, ഒരാൾ ഇസ്ലാമാണ്, ഇതൊക്കെ എവിടെയാണോ ജനിച്ചു വീഴുന്നത് അതിനനുസരിച്ചിട്ടാണ്. 40% ഭാഗ്യവും ജന്മനാളിലാണ്, ഹെവൻലക്ക് എന്ന് പറയും. അതായത് സഞ്ചിത കർമ്മം എന്ന് നമ്മളെ സ്പിരിച്വൽ ഭാഷയിൽ പറയും, ബൈ ബർത്ത്. അപ്പോൾ നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്, നല്ല അച്ഛൻ്റെ അമ്മേൻ്റെ മക്കളായി. ഞാൻ അവിടെ പറയട്ടെ, ഞാൻ ലക്ഷദ്വീപിൽ ജനിച്ചാൽ എന്തായാലും ഞാനൊരു വള്ളവും വലയും കൊണ്ട് പോകും. അതെ, എൻ്റെ കുടുംബ സംസ്കൃതവും ഇന്ത്യൻ കൾച്ചറും ഡാൻസും നാടകവും എല്ലാം ഒരു പണ്ഡിത കുടുംബത്തിൽ വന്നപ്പോൾ എൻ്റെ ഹർമോൺസ് മുഴുവനായിട്ടും അതെ നമ്മുടെ DNA ഒക്കെ അതായിട്ട് മാറുകയാണ്. അതായിരിക്കും എൻ്റെ മകൾക്ക് ഒരു പക്ഷേ കിട്ടിയത്. അതെ തീർച്ചയായിട്ടും. എൻ്റെ മകനുണ്ട്, അവന് ഇതിലല്ല അവനെ താല്പര്യം, അവന് വേറെ പല താല്പര്യം. അപ്പോൾ 40% വരുന്നത് ബൈ ബർത്താണ്. പിന്നെ 25% പേഴ്സണൽ ലക്ക് എന്ന് പറയും. പേഴ്സണൽ ലക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഭാഗ്യം. അതായത് നിങ്ങൾ കർമ്മം ചെയ്യും. അതന്നെ കർമ്മഫലം. യുദ്ധം കളത്തിൽ പോയിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, സംഭവില്ല. അവിടെ നിങ്ങൾ ഝാൻസി റാണിനെ പോലെ പടം പോകാൻ തയ്യാറാണ്. അത് ഈ കർമ്മഫലം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എവറി ആക്ഷൻ ദർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് തന്നെയാണ് കർമ്മഫലം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സംസ്കാരം ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് കർമ്മഫലം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അറിയില്ല. ഇത് ഒരു സാധാരണ വ്യക്തിക്ക് 25% വരുന്നത്. അപ്പോൾ 40 25 65. ഇത് പറയുന്നതാണ്, യു ക്യാൻ ഗോ ഫോർ വൈൻ, യു ക്യാൻ ഗോ ഫോർ ഡിവൈൻ, അപ് ടു യു. നിങ്ങളെ തീരുമാനിക്കണം, നിങ്ങളെ കർമ്മം എങ്ങനെയാണ്. വൈനിന് വേണ്ടി പോകാം, ഡിവൈനിന് വേണ്ടി പോകാം. ഇപ്പൊ ജ്യോതിഷത്തിനെ പറ്റിയിട്ടെല്ലാം ആളുകൾക്ക് ഈ ഫലഭാഗം പല സംശയമുണ്ട്. കാരണം അത് പാണ്ഡിത്യമില്ലാത്തവരാണ് കൈകാര്യം ചെയ്യുന്നത്. വേറെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫലഭാഗത്തിന് ഇപ്പോൾ പോകും ഉപജീവനത്തിന്. അവരല്ല. ഞാൻ ഈ ഒരു സൈക്കോ ഡിപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയുണ്ട്. അതേ സമയത്ത് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലീവ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ MA-ക്കെല്ലാം പോയി PhD എല്ലാം ചെയ്ത് അധ്യാപകരാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഈ സദാനന്ദ സരസ്വതി ദേട്ടൻ ഒരു സ്കൂൾ ഭാഷ, നമുക്കൊരു ജ്യോതിഷക്കാരനെ കാണാം. ഒരു ശർമ്മ എന്ന് പറയുന്ന വയസ്സ് വണ്ടർഫുൾ. അപ്പോൾ ഞങ്ങൾ പോയി എൻ്റെ ജാതകം അമ്മയുടെ അടുക്കുന്ന കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു വില്ലേജ് ലെവലിലുള്ള ഉദ്യോഗസ്ഥൻ്റെ ജാതകം. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് കളക്ടറേക്കാളും വണ്ടർഫുൾ, കളക്ടറിൽ ഉണ്ടാക്കുന്ന ജാതകമാണ്. വണ്ടർഫുൾ. അപ്പോൾ ഞാൻ ചിരിച്ചു. അന്ന് ഞാൻ ഇൻ്റർമീഡിയറ്റ് BA മറ്റോ ചെയ്യാം. അപ്പോൾ ചിരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങൾ ഈ വയസ്സിനോ ഇപ്പോൾ താങ്കളോട് ഈ കഥ പറയേണ്ട ആവശ്യം അല്ല.
അയാളതങ്ങനെ നോക്കി എങ്ങനെ പരിഗണിക്കും ഞാനത് അറിയുന്നില്ല. അതേപോലെ തന്നെ കോവിഡിന് ശേഷം 3 കൊല്ലം നിഷ്ക്രിയനായിട്ട് റൂമിൽ ഇങ്ങനെ അട്ടവും നോക്കി വായനയില്ല, എഴുത്തില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പൽപ്രവാപ്പടിക്കൊരു വിളിച്ചിട്ട് അത് വലിയ പൂരക്കളി നിങ്ങളുടെ നക്ഷത്രങ്ങളിൽ ചെയ്തിരിക്കുക, നിങ്ങൾ ഒരു ജനുവരി 15 ശേഷം ഏറ്റവും ഊർജ്ജസ്വലായിട്ട് വരും. അല്ല, അതൊരു സത്യമാണ്. എനിക്കറിയില്ല അതെന്താ, എൻ്റെ നക്ഷത്രങ്ങൾ മാറിയതോ എൻ്റെ പരിസ്ഥിതി മാറിയതോ ഒന്നുമല്ല, ഒരേ വ്യക്തിയാണ്. അതെങ്ങനെ ഇത് ഇന്റർറിലേറ്റ് അവിടെയാണ് എൻ്റെ അങ്കിളി സ്വാമിജി പറഞ്ഞത്, ഉറുപ്പ് മാർക്സിസം കൊണ്ടല്ല നടന്നോളൂ, പക്ഷെ ഭാരതീയ സംസ്കാരം അതെൻ്റെ ഒരു ഗുരുവചന. അത് തന്നെയാണ് നടരാജ ഗുരു എന്നോട് പറഞ്ഞതല്ലേ. 1 ദിശ 2 ദശ. ദശ മാറിയ ദിശ മാറും, അല്ലെങ്കിൽ ദിശ മാറിയ ദശ മാറും. ഇത് 2 അപ്പോ സാർ ഇതിനെ പറ്റിയിട്ട് എഴുതണം, എഴുതിയിട്ട് സമൂഹത്തിൽ തീർച്ചയായിട്ടും അപ്പോ നമ്മൾ ആ വാക്കുകൾ തന്നെ ദിശ ദശ വൈ ഡിവൈഡ്. അല്ല, അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടാക്കുക എന്നുള്ളതിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 3 തരാണ്. അപ്പോൾ 40% വരുന്നത് ജന്മനാണുള്ളത്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ നമ്മളെ കർമ്മഫലം, അത് 25%. അപ്പോൾ 65%. ബാക്കിയുള്ള 35% വാസ്തു വരുന്നത്, അതായത് അന്തരീക്ഷത്തിലെ ഊർജം. അതായത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു പൂന്തോട്ടത്തിലാണെങ്കിൽ കുറേ നേരം ഇരിക്കാം. അറ്റ് ദ സെയിം ടൈം ഒരു ഫിഷ് മാർക്കറ്റിലാണെങ്കിലോ അതെല്ലാം ജീവിതത്തിലെ അനുഭവമാണ്. ചില വീടുകളിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഊർജ്ജം കയറി, അതാണ് അതേ സമയത്ത് പോസിറ്റീവ്. ചിലതിക്കിന് പോകുമ്പോൾ ഒരു സുഖമില്ല. അതാണ് ഞാൻ പിന്നെ വരട്ടോ എന്ന് പറഞ്ഞാൽ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടും. അതിന് പറയും, നമ്മൾ പറയും നെഗറ്റീവ് എനർജി എന്ന് പറയും. ഇപ്പം എവിടെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് സമയം ഇരിക്കുക, ഒരുപാട് സന്തോഷം വരിക, ഒരു കാരണമില്ലാണ്ട് സന്തോഷം വരിക, അവിടെ പോസിറ്റീവ് എനർജിയാണ്. അപ്പം നമുക്ക് ഈ 40%-ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ജനിച്ചു കഴിഞ്ഞു. പക്ഷേ 25-ലും 35-ലും നമുക്ക് കളിക്കാം. ഈ 25-ലാണ് നമ്മൾ ഫുട്ബോൾ ആണ്. ഇപ്പം 25-ലാണ് നമ്മളുടെ യോഗയും നാട്യശാസ്ത്രങ്ങളും ഇതൊക്കെ വരുന്നത്. അത് നമ്മളെ കർമ്മങ്ങൾ, നമ്മളെ ഊർജം അങ്ങനെയുള്ളതിലിടുമ്പോൾ നമ്മൾക്ക് എൻ്റെ മോള് കേൾക്കേണ്ടത് ഏതായാലും അല്ല, അതൊരു വലിയൊരു അങ്ങനെയൊരു മകളെ ലഭിച്ചത് ഒരു ഭാഗ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണത്. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ വാസ്തു എന്ന് പറയുമ്പോൾ, ഇപ്പം നല്ലൊരു അമ്പലത്തിലൊക്കെയാണ് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അതേ സമയത്ത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലോ അപ്പൊ നമ്മൾ കിടക്കുന്നതും നമ്മൾ വസിക്കുന്നതും ഒക്കെ ആ സ്ഥലത്ത് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ്ജങ്ങളുണ്ട്. അപ്പൊ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജങ്ങൾ കൂടുകയാണോ, അവിടുന്ന് നമുക്കൊക്കെ വേണ്ടതൊക്കെ ഇങ്ങോട്ട് വരും. അപ്പൊ അതിലൊന്ന് ദശയുണ്ട്, പിന്നെ ദിശയുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറയണത്, അതാണ് കാലം, ടൈം. അതാണ് പറയുന്നത് ഇത്ര വയസ്സ് വരെ ഇത്. അപ്പോൾ പറയുന്നതാണ് ഈശ്വരൻ എപ്പോഴും 3 ചോയ്സ് തരുന്ന. അതായത് ഇപ്പം മഴ പെയ്യുന്നുണ്ട്, 3 ചോയ്സ് നമ്മളതിലുണ്ട്. ഒന്നുകിൽ മഴ കൊണ്ടുകൊണ്ട് പോകാം, എന്നിട്ട് മഴക്ക് കുറേ കുറ്റവും പറയാം, എന്തൊരു മഴയാ, എന്തൊരു പ്രശ്നം. ഇതാണ് ഒന്നാമത്തെ ചോയ്സ്, അതായത് അതേപടി കർമ്മം അനുഭവിക്കുകയാണ്. രണ്ടാമത് പറയുന്നത് മഴ കഴിഞ്ഞോട്ടെ എന്നിട്ട് ഞാൻ പോകാം. ഇതാണ് 35-ാമത്തെ വയസ്സ് വരെ പ്രശ്നം. പിന്നെ ഒരു 10 വർഷം കൂടി ഇടാം, പിന്നെ ശീലമായി പോകുന്ന അറിയാം. അതാണ് നമ്മൾ സമയത്തിനെ കുറിച്ച് പറയുന്നത്. അതാണ് ശരി. യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്ന് പറയുന്നത്, മഴ പെയ്തോട്ടെ, നമുക്കൊരു കൊട എടുത്ത് പോകാമല്ലോ, നമുക്കൊരു റെയിൻ കോട്ട് എടുത്ത് പോകാമല്ലോ. ഇവിടെയാണ് ശാസ്ത്രങ്ങളുടെ പ്രാധാന്യം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മളെ തന്നെ സ്വാധ്യായം, നമ്മളെ തന്നെ വീക്ഷിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ കംപ്ലൈൻറ്റ് പറയുകയാണോ, അതോ ഞാൻ മാറി നിൽക്കുകയാണോ, അതോ ഞാനൊരു കുട എടുത്തിട്ട് പോവുകയാണോ, ഇതെപ്പോഴും ചെക്ക് ചെയ്യണത് നന്നാവുന്നതാണ്. അപ്പോൾ വാസ്തു സാധാരണഗതിയിൽ 2 തരത്തിലുള്ള ആളുകളാണ് നോക്കുക. ഒന്ന് അടി കിട്ടിയിട്ടുള്ള ആളുകൾ, അതായത് പ്രശ്നമുള്ളവർ. അതായത് എന്ന് പറഞ്ഞാൽ മക്കളെ കല്യാണം കഴിയണില്ല, ജോലി ശരിയാണില്ല, ടെൻഷൻ. 2, ചില ആളുകൾക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഒന്നുകൂടി ജീവിതം ഒന്ന് ഇമ്പ്രൂവ് ആകണം. അങ്ങനെയുള്ളവർ വാസ്തു നോക്കും. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ. കാരണം അവർക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം വരണം. അപ്പോഴാണ് ശാസ്ത്രങ്ങൾ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും ഇൻ്റർലിങ്ക്ഡാണ്. നാട്യശാസ്ത്രമായാലും ശരി, ജ്യോതിഷശാസ്ത്രമായാലും ശരി. അപ്പോൾ സ്ഥപതി എന്നാ പറയുക. സ്ഥപതിനെ പറയുന്നത് തന്നെ സർവ്വവിജ്ഞാന പഠുവെന്നാണ്.
ഇതിനെല്ലാത്തിനെയും കുറിച്ച് അറിവുള്ള ആളാണ് ഒരു സ്ഥപതിയാകാൻ. ഈ അതായത് സ്ഥപതി എന്ന് പറഞ്ഞാൽ ശില്പി. സ്ഥപതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ഉണ്ടായില്ലേ. അതായത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പില്ലേഴ്സിനെ കുറിച്ചിട്ടും അറിയാം, എല്ലാത്തിനെ കുറിച്ചിട്ടും അറിയാം, എല്ലാത്തിനെ കുറിച്ച് അറിയാം, എല്ലാത്തിനെ കുറിച്ച് അറിവുള്ളത്. നിർഭാഗ്യവശാൽ സ്ഥപതി എന്ന് പറയുന്നത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മളെ പണ്ടത്തെ ഒരു കാസ്റ്റ് സിസ്റ്റം പറയുമ്പോൾ ആശാരി, മൂശാരി, കട്ടാൻ, കൊല്ലൻ, ഇങ്ങനെയുള്ള ഒരു 4 ഇതിലായിരുന്നു പറഞ്ഞത്. അതെ അതെ അതെ. അതിൽ കൂട്ടത്തിൽ തന്നെ ഒരു സ്ഥപതി എന്ന് പറയുന്നത് അതിന്റെ മുന്നേ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ എല്ലാത്തിനെയും കുറിച്ച് അറിയുന്ന ഒരാള്, അതായത് ഈ 4 കർമ്മ വിഭാഗത്തിന് പൂർണ്ണമായിട്ട് ധാരണയുള്ള അങ്ങനെയുള്ള ആളുകളായിരുന്നു പണ്ടത്തെ കാലത്ത് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ മേൽനോട്ടം കൊടുത്തിരുന്നത്. നിർഭാഗ്യവശാൽ സ്ഥപതി എവിടെയോ പോയി ആ സ്ഥാനം ആശാരി എടുത്തു. അപ്പോഴാണ് നമുക്ക് കണക്കിന് പ്രാധാന്യം വരുന്നത്. കണക്ക് തീർച്ചയായിട്ടും ഗംഭീരമാണ്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലും അതിൻ്റെ ഭംഗി കാണുമ്പോഴും ഈ സെൻറ്റിമീറ്ററും മീറ്ററും ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതൊക്കെ ആക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുതമല്ലേ. അപ്പോൾ പണ്ട് കാലത്താണ് അങ്ങേക്കൊരു വീടുണ്ടാക്കണം. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങയുടെ നടുവിരലിൻ്റെ നടുഭാഗം, ഈ ഭാഗം നടുവിരലിൻ്റെ നടുഭാഗം ഈ ഭാഗം നടുവിരലിൽ, ഇതിൽ ഒരു ഈള് വെക്കും. ഇതിനാണ് ഒരു അങ്കുലം എന്ന് പറയുന്നത്. അതെ, ഈ ഈള് ഒരു 24 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കോലാണ്. അപ്പം ഒരു അങ്കുലം സമം ഒരു കോല് സമം 24 അങ്കുലം. അങ്ങനെയാണ്. പിന്നീട് അപ്പോൾ 10 വീടുണ്ട്, 10 മാതിരിയായിരിക്കും. അങ്ങയുടെ വീടിന്റെ അളവായിരിക്കില്ല എൻ്റെ വീടിന്. അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത്. അതിലും വലിയ അളവ് വരുമ്പോൾ ദണ്ട് എന്ന് പറയും. അതായത് 4 കോല് വെച്ച് കഴിഞ്ഞാൽ ദണ്ടായി. ഇനി അതിലും വലിയ അളവ് വരുമ്പോഴാണ് ചരടിൽ പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന സൂത്രങ്ങൾ എന്ന് പറഞ്ഞ ദ്വാരങ്ങൾ അത് ഈ ചരടിടാൻ വേണ്ടിയിട്ട് പണ്ടുണ്ടാക്കിയിരുന്ന, കാരണം അത് ഇന്നത്തെ മാതിരി മീറ്റർ ഇതൊന്നും ഇല്ല. അതാണ്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടം മാറിയപ്പോൾ നമ്മൾ ഷുഗർ 120 പാടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഇത് പലരുടെ വിരലും പല പോലെയാണ്. ഇത് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 3 × 24 72. അപ്പോൾ ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ എന്നായി. അങ്ങനെയാണ് ഈ കണക്കിലേക്ക് വരുന്നത്. ഈ യാനപാത്രത്തുകളിൽ വിരല് അവര് ഈ ടണ്ണേജിനെ പറഞ്ഞ ചാക്ക്. അതായത് ഇത് വളരെ മനോഹര, ഒരു അളവും ഇല്ലാത്തതിൽ നിന്ന് ഇങ്ങനെ ഒരു അളവിലേക്ക് വരിക. അതായത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ്. അപ്പോൾ ആ പ്രപഞ്ചത്തിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് പിന്നെ കാണാൻ പറ്റുന്നതിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 8 പരമാണു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പറയുന്നത് ആറ്റം. അപ്പോൾ 8 പരമാണു കൂടിയാൽ ഒരു ത്രിസരേണു ആവുന്ന. ത്രിസരേണു എന്ന് പറഞ്ഞാൽ സൂര്യന്റെ കിരണം. അപ്പോൾ 8 പരമാണുക്കൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ 8 പരമാണു കൂടിയ ഒരു ത്രിസരേണു. 8 ത്രിസരേണു കൂടിക്കഴിഞ്ഞാൽ ഒരു രോമാഗ്രം എന്ന് പറഞ്ഞാൽ മുടിയുടെ തെറ്റം. 8 രോമാഗ്രം കൂടിയാൽ ഒരു ലിക്ഷ എന്ന് പറയും. ലിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെ തലയിൽ പീരെന്ന് പറയില്ല, ഇതിന്റെ മുട്ട, അതിനെയാണ് പറഞ്ഞിരുന്നത്. 8 ലിക്ഷ കൂടിയാൽ ഒരു യുഗം എന്ന് പറഞ്ഞാൽ പേര്. അതിന് തന്നെ തിലം എന്നും പറയും കേട്ടോ. തിലം എന്ന് പറഞ്ഞാൽ എള്ള്. 8 തിലം കൂടി കഴിഞ്ഞാൽ ഒരു യവം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാർലി എന്ന് പറയില്ലേ, ബാർലിയുടെ വിത്ത്, അതാണ്. അതായത് നമ്മൾ ഗോതമ്പിന്റെ ഇതിൽ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ 8 യവം കൂടിയാലാണ് ഒരു അങ്കുലായ. അതായത് ശൂന്യതയിൽ നിന്നൊരു കണക്കിലേക്ക് വരികയാണ്. പ്രപഞ്ചത്തിന്റെ ഒന്നും ഇല്ലാത്തതിൽ നിന്ന് കണക്കിലേക്ക് കൊണ്ടുവരികയാണ്. അല്ല, അങ്ങനെയാ. വളരെ മനോഹരമാണ് ഇന്ത്യൻ. അതായത് പൂർണ്ണതയിൽ നിന്നാണ് പൂർണ്ണതയിലേക്ക് വരുന്നത്. അതാണ്. അപ്പൊ ആ ഒരു സങ്കല്പമല്ലോ. അതായത് ലോകത്തിനെ കണക്ക് പഠിപ്പിച്ചത് ഭാരതമാണെന്നാ പറയാ. അതാണ്. അത് അറബി നാട്ടിൽ പോയിട്ട് യൂറോപ്പിലേക്ക് പോയി വന്നു. അതായത് പൂജ്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കണക്കില്ലായിരുന്നു. ഈ പയ്യുടെ ഏറ്റവും ആക്യുറസി സംഗ്രാമ മാധവൻ ഇരിഞ്ഞാലക്കുടിയാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ്. പൈ ഇത് പറഞ്ഞാൽ അതിന്റെ 00 ആ പാണ്ഡിത്യം 1860 വരെ ഇവിടെ നിന്നിരുന്നു എന്ന് പറയുന്നു.
ചിലവർ പറഞ്ഞ ഇത് പാണ്ഡിത്യം നഷ്ടപ്പെട്ടു എന്നാണ്. ഇപ്പോൾ കടത്തനാട്ട് രാജാവ്, ആ രാജാവിൽ ശങ്കരവർമ്മ രാജാവ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ശങ്കരവർമ്മ രാജാവ് ഖഗോള ഗണിതം വളരെ ഏറ്റവും പ്രശസ്തമായിട്ട് ആ ഖഗോള ഗണിതം ചെയ്തു. എന്നിട്ട് ആ ഖഗോള ഗണിതം ചെയ്തിട്ട് എപ്പോഴും മരിക്കുന്നുണ്ടെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇയാൾ ഉച്ച സമയമായപ്പോൾ പുറത്തിറങ്ങിയിട്ട് നോക്കിയിട്ട് അയാൾ അകത്തേക്ക് വരുമ്പോൾ വാതിലിൻ്റെ ഇത് മുട്ടിയിട്ട് പിരിച്ചു. ആ കൃത്യസമയത്ത് മരിച്ചു. ഇത് കണക്ക് അറിഞ്ഞിട്ട് സ്വാതി തിരുനാൾ രത്നക്കല്ലുകൾ കൊടുത്തേച്ചു പിൻഗാമി രാജാവ്. അത് ലേലത്തിൽ വിറ്റപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനും കിട്ടിയിട്ടുണ്ട്. കുട്ടി ഇതല്ലേ ഒരു ചെറിയ പണം. അപ്പോൾ നിങ്ങൾ ആ ബോധം നോക്കൂ. ആ ഖഗോള ഗണിത പാരമ്പര്യം എൻ്റെ കുടുംബത്തിൽ ഏറ്റവും മൂകാംബിക ഭക്തനായിട്ടില്ല ഒരു കുഞ്ഞുണ്ണിക്കുറുപ്പ് ചെയ്തിട്ടുണ്ട്. അയാൾ അതിൽ പണ്ഡിതനായിരുന്നു, ദേവിയുടെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു. അയാൾ എപ്പോഴും ആ പുസ്തകം ഞാൻ തന്നിട്ടില്ല. ആ കവി മൂകാംബിക സ്തോത്രത്തിലെ തിര്യഖാദി എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അത് CP നായർ ചീഫ് സെക്രട്ടറി എപ്പോഴും പ്രാർത്ഥിക്കുന്ന എനിക്കൊരു കർത്തവ്യം. അപ്പോൾ ഇതിൻ്റെ ആ കണ്ണി ഇങ്ങനെ സംസ്കാരത്തിൻ്റെ ധാരകൾ പോവുക, അത് മുറിഞ്ഞു പോകാതെ കാത്തു രക്ഷിക്കേണ്ടത് തങ്ങളെപ്പോലെയുള്ള ആളുകളാണ്. അല്ല, അത് അങ്ങയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് അത് നടക്കുക. കാരണം നമ്മളെ ഇന്നത്തെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ശാസ്ത്രം, അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത അതറിയാണ്ട് വരുന്നതാണ് പ്രശ്നം. അപ്പോൾ ഏതൊരു വാസ്തു എന്ന് പറഞ്ഞ ഒരു പ്രാവർത്തികമായിട്ടുള്ള ശാസ്ത്രമാണ്. അപ്പോൾ ആ ഒരു തിയറി ഉണ്ടാവും, അതിൻ്റെ അപ്ലിക്കേഷനും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്താലാണ് ഇതാകുക. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഏക്കർ കണക്കിന് സ്ഥലമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു നല്ല സ്ഥലം കണ്ടെത്തി തന്നെ പശുവിനെ കഴിച്ചിട്ടില്ല. അപ്പോൾ പശു എവിടെയും പോയി. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയും കടമൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു 3 സെന്റ് സ്ഥലം ഫ്ലാറ്റിന് പറയും ക്ലോസ്ഡ് വാസ്തു എന്ന് പറയും. അതായത് നമ്മൾ വാതിൽ അടച്ചു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വാസ്തുപുരുഷ മണ്ഡലമായി ഇതുപോലെ. അതെ. അപ്പൊ അതിനും നമുക്ക് ഈ ഇന്ന സ്ഥലത്താണ് പഞ്ചഭൂതങ്ങളുടെ സ്ഥാനമൊക്കെ കണക്കാക്കി, ഇനി അഥവാ അത് ഇല്ല എങ്കിൽ നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാം. ഞാൻ കൂടുതലായിട്ട് ഇതാണ് റെമേഡിയൽ വാസ്തു എന്ന് പറയും. അതാണ് അതിൽ പറയുന്ന വാസ്തു തഥാസ്തു. അത് ഈ വസ്തുവിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തണം. എങ്ങനെയാണ് ഇതൊക്കെ. എന്നിട്ട് ഈ 18 ഋഷിമാരാണ് ഇത് കണ്ടെത്തിയത്. ആ 18 ഋഷിമാര് കണ്ടെത്തിയ വാസ്തു ശാസ്ത്രം അപ്ലൈ ചെയ്യണം. അപ്പൊ അതാണ് വാസ്തു ഒരു ശാസ്ത്രമാണ്. അപ്പൊ ആദ്യം വസ്തുവിനെ കുറിച്ച് പഠിക്കണം, എന്നിട്ട് വാസ്തു ശാസ്ത്രം അപ്ലൈ ചെയ്യണം, എന്നിട്ട് തഥാസ്തു. അപ്പൊ ചോദ്യം എന്താ നിങ്ങൾക്ക് വേണ്ടത്? $1 ബില്യൺ ക്വസ്റ്റ്യൻ ഇതാ, വാട്ട് യു വാണ്ട്. അതാണല്ലോ ജീവിതത്തിന്റെ പ്രശ്നം മുഴുവൻ. അതെ, നിങ്ങൾക്ക് വാട്ട് യു വാണ്ട്. സംഗീതജ്ഞനാവണം, കലാകാരിയാവണം, അല്ല പണക്കാരനാവട്ടെ, എന്ത് വേണമെങ്കിലും നമ്മൾക്ക് വാസ്തുവിലത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ദരിദ്രനായിട്ട് ജനിച്ചു വീഴുന്നത് ആരും കുറ്റമൊന്നുമല്ല, അല്ല, അത് സംഭവിച്ചു. അതെ, പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുക എന്ന് പറയുന്നതോ അവിടെ നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അവിടെ എൻ്റെ സ്വാമിജി ഇപ്പോഴും ഞങ്ങൾ കാറിൽ യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയും, പെട്രോൾ അടിക്കാരും പറയും, ഇവിടെ എത്ര കാലമായി ഇവിടെ വന്നിട്ട് ഈ പെട്രോൾ അടിക്കുക, ഇതിൻ്റെ എന്തുകൊണ്ടൊരു മാനേജറാകുന്നില്ല. അല്ല, കാരണം ആ മൈൻഡ് സെറ്റിൽ അതാണ്. മൈൻഡ് സെറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്തകൾ മാറും. ചിന്തകൾക്ക് പ്രധാനമായിട്ട്, സോറി കേട്ടോ ഞാൻ നോളജ് പറയുന്നത്, എനിക്ക് താങ്കളെ കൂടെ സംസാരം കഴിഞ്ഞപ്പോൾ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ആ മോൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് അജന്തയല്ലോ, അജന്തയിൽ പോയിട്ട് ഞാനിങ്ങനെ നമ്മൾ ആ സംസ്കാരം മറന്നുപോയി. 1820 ഒരു ഹണ്ടർ കണ്ടുപിടിച്ച സാധനമായിരുന്നു. അയാൾ മിലിറ്ററി ഓഫീസറോട് പറഞ്ഞിട്ടായി അജന്ത മുഴുവൻ നമ്മൾ അതിൽ ചിരിക്കുന്ന ബുദ്ധനുണ്ട്. രാവിലെ സൂര്യപ്രകാശം മുഖത്ത് വരുമ്പോൾ ചിരി വരും. അത് മധ്യാഹ്നത്തിന് പോയിട്ട് ഇങ്ങനെ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോഴും ആ പ്രകാശം പോകും. അതിൻ്റെ എല്ലാം മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയല്ലാതെ നമ്മൾ ഔറംഗാബാദിൽ ആണ് എൻ്റെ ഒരു പ്രധാന ഗുരുനാഥനുണ്ട്, YN മഗീർവാർ എന്ന് പറയും. അദ്ദേഹം ഈ അജന്ത ആ ഒരു സ്ഥലത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതുകൊണ്ട് എന്നെ ഒരിക്കൽ ക്ഷണിച്ചിരുന്നു. അപ്പൊ ഞാനതൊക്കെ പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി.
YN മഗീർവാർ എന്ന് പറയുന്ന ആളാണ് ഈ കുറേ ഗ്രന്ഥങ്ങളൊക്കെ സമാഹരിച്ചിട്ട് ഇന്നത്തെ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നത്. ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് പല സ്ഥലത്തും സഞ്ചരിക്കാനോ കുറേ ഇങ്ങനെയുള്ള പല ഗുരുക്കന്മാരായിട്ട് കാണാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടി. അല്ല, ഗുരുക്കന്മാരെല്ലാം കൂടുതൽ പട്ടണങ്ങളിലല്ല, ഗ്രാമങ്ങൾ. അതെ 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 അതെ. അവരെ ജീവിതം എന്ന് പറയുമ്പോൾ നടരാജ ഗുരുവിനെ എനിക്ക് വളരെ അടുത്തറിയാം. അയാൾ സയൻസ് ഓഫ് ദ എബ്സൊല്യൂട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്ത ഗ്രന്ഥം നിത്യചൈതന്യ വ്യാഖ്യാനം. അതെ അതെ അതെ. അത് എഴുതുമ്പോൾ കൊടക്കാട് ഒരു ഗ്രാമത്തിൽ പുല്ലുമേഞ്ഞ ഒരു ഓലപ്പുരയിലാണ് വന്നിട്ടിരിക്കുക. അവിടുത്താണ് ഞാൻ ഗുരുവിനെ പരിചയപ്പെടുന്നത്. ഗുരുവാണ് എന്നോട് കുറിപ്പ് ചരിത്രം എടുത്ത് പഠിക്കണത്. വണ്ടർഫുൾ. അവരൊരു ഗുരുവിൻ്റെ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുക. വണ്ടർഫുൾ. അല്ല, ഇത് ഈ നമ്മളെ മനസ്സ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു കഥാപാത്രം. അപ്പം മനസ്സിൻ്റെ പിന്നിലുള്ള ഒരു ചെറിയ ശാസ്ത്രീയതയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അതായത് 4 കാര്യങ്ങൾ കൂടിയിട്ടാണ് മനസ്സ് രൂപപ്പെടുക. ഒന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണം പറയുന്നത്. അതെ, അന്നം ബ്രഹ്മേതി വ്യാജനം എന്നാ പറയുന്നത്. എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം അതുമായിരിക്കും നമ്മളത്. അപ്പോൾ അത് വിവേകാനന്ദ സ്വാമികളാണ് മനോഹരമായിട്ട് അത് ആൻസർ ചെയ്ത്. നിങ്ങളൊരു കാഴ്ച ബംഗ്ലാവ് പോകുക, ആദ്യം നിങ്ങൾ പോകേണ്ടത് സിംഹത്തിൻ്റെ കൂട്ടിൻ്റെ അടുത്താണ്. എന്തൊരു അസ്വസ്ഥം. ഒന്നുകിൽ കിടന്നുറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കണ്ട. സിംഹം എന്താ കഴിക്കുന്നത് എന്താണ്. രണ്ടാമത്തെ പറയുന്നത് ആനയെ തളച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. എത്ര വലിയ മൃഗം, പക്ഷെ എത്ര ശാന്തം. അതായത് എങ്ങനെയുള്ള ഭക്ഷണമാണോ അതുപോലത്തെ സ്വഭാവം വരും. ഒന്നാമത്തെ മനസ്സ് രൂപീകരിക്കുന്നത് ഭക്ഷണം. രണ്ടാമത്തത് പറയുന്നത് ഈ കൂട്ടുകെട്ട് എന്ന് പറയും. ആരെ കൂടിയാണോ. അപ്പോൾ നമ്മൾക്കൊരു സുഹൃത്തുണ്ട്, ഡിക്ഷണറി ഇല്ലാത്ത വാക്ക് മാത്രമേ പറയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ കൂടിയാണെങ്കിൽ നമ്മളതും അങ്ങനെ ആകാൻ തുടങ്ങും. അതാണ് കൂട്ടുകെട്ടാണ് രണ്ടാമത്തത് പറയുന്നത്. പിന്നെ പറയുകയാണ് മുൻ ജന്മങ്ങളിലുള്ള എനർജി, അതിൻ്റെ കർമ്മവാസന. അതെന്ന് പറഞ്ഞാൽ എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. അപ്പോൾ ഇപ്പം അങ്ങേപോലെ ഒരു പണ്ഡിതനാകാനും അതിൻ്റെ മുന്നിൽ ഇരിക്കാനുമുള്ള ഭാഗ്യം അങ്ങനെയുള്ളൊരു സൃഷ്ടിയല്ല. എൻ്റെ ഹർമോൺസ് കുടുംബപരമായിട്ട് ഇങ്ങനെ വന്ന് എന്നിലൂടെ കയറി വരിക. അതിന് തന്നെ ഞാൻ വേറെ വിഷയം പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നടരാജഗുരു സ്വാധീനം ചെലുത്തുന്നത്. ഇതെല്ലാം നമ്മൾ കാണുന്നതല്ല. അതെ അതെ അതെ. അതൊരു ഈ വാസന വരുന്നത് കുറേ ജന്മങ്ങളിലൂടെ ട്രാൻസ്ഫർ ചെയ്യണമെന്നാ പറയുന്നത്. അതെ. പിന്നെ ലാസ്റ്റ് പറയുന്നതാണ് അന്തരീക്ഷത്തിലെ ഊർജം. അതായത് എങ്ങനെയുള്ള തരത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് അതുപോലത്തെ ഒരു നമുക്ക് കൂട്ടുകെട്ട് ജീവിതം. ഒന്ന് കഴിക്കുന്ന ഭക്ഷണം, 2 സഹവാസം, 3 പൂർവജന്മത്തിലെ വാസനകൾ, 4 കാളിദാസൻ പറയുന്നുണ്ട് അവിടെ നക്രവിവാത്മഭാസ. പാർവതിക്ക് പറയുന്നതിന് മുമ്പേ ഉത്തരം പറയാൻ തുടങ്ങി. പൂർവജന്മങ്ങളിലെ നക്രവിവാത്മഭാസ. ഈ ഇതില് നമ്മളെ രാത്രി ജ്വലിക്കുന്ന ഒരു ഇതുണ്ട്, അതുപോലെ അവളെ ആത്മാവിങ്ങനെ പുറത്തേക്ക് വരും. വണ്ടർഫുൾ അല്ലേ. പിന്നെ 4ാമത്തെ പറയുന്നതാണ് അന്തരീക്ഷത്തിലെ ഊർജ്ജം. അപ്പം ഇത് 4ഉം കൂടിയിട്ടാണ് ഒരു വ്യക്തിയുടെ മനസ്സുണ്ടാക്കുന്നത്. അതായത് എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് 4ൻ്റെയും കൂടി ഒരു കളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എനർജറ്റിക് ആകുക, പറയുക, ഇതിനുള്ള ഒരു സിസ്റ്റത്തിലാണോ നമ്മൾ താമസിക്കുന്നത്. വാസ്തു ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഉറങ്ങുമ്പോഴാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സീക്രട്ട് ഇതാണ്. ഇപ്പം നമ്മൾ നല്ല ബോധത്തോടു കൂടി ഉറങ്ങിക്കഴിഞ്ഞാലോ ഡെഡാ. അതായത് 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ അതല്ല ഗുരുകുലത്തിൽ 4 മണിക്കൂർ. അതെ അതെ അതെ. ഇപ്പം 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ 4 മണിക്കൂറും ഡെഡാ. അപ്പം നമ്മളില്ല, നമ്മൾ ഒരു ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനം മാത്രം. അപ്പം എവിടെയാണോ നമ്മൾ ബോധമില്ലാണ്ട് കിടക്കുന്നത് ആ സ്ഥലത്തുള്ള പഞ്ചഭൂതങ്ങളും നമ്മളുമായിട്ട് സംയോജിക്കപ്പെടും. അങ്ങനെയാണ് വാസ്തു യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നത്. ഇതെല്ലാം ശരിയാണ്. ചില ഹോട്ടലിൽ പോയാൽ നമുക്ക് നല്ല ഉറക്കമായിരിക്കും. നേരെ മറിച്ച് ചില ഹോട്ടലിൽ പോയാൽ ഇവിടെ വന്നല്ലോ. അതെ അതെ, ഹോട്ടലായിട്ട് സത്യമാണ്. അല്ല, അപ്പം ഇതിൽ പറയുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ നേരം വെളുക്കുമ്പോൾ വായ നാറും. കാരണം എല്ലാ ദിവസവും നമ്മൾ മരിക്കുക. അതായത് എന്ന് പറഞ്ഞാൽ കുറുപ്പ് സാറ് എന്ന് പറയുന്ന ആള് ഈ സിസ്റ്റത്തിൽ ബോധം ഉണ്ടാകുമ്പോഴാണ് കുറുപ്പ് സാറ്. അതാണ് എല്ലാ ദിവസവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തുടർച്ചയായിട്ട് നടക്കുമ്പോൾ ആ സ്ഥലത്തെ അന്തരീക്ഷവും നമ്മളെ ശരീരവും ഒന്നായി മാറും. യപ്പിൻ്റെ തദ് ബ്രഹ്മാണ്ടം. ഈ പിണ്ടവും ബ്രഹ്മാണ്ടവും ഒന്നാവും.
അങ്ങനെയാണ് വാസ്തു സ്വാധീനിക്കുന്നത്. അപ്പോൾ വാസ്തു നോക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ കിടന്നുറങ്ങണേ, എവിടെയാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇതിനൊക്കെ അനുസരിച്ച് നമ്മളുടെ സ്വഭാവവും നമ്മളുടെ എന്താ പറയുക സമ്പത്തും സമൃദ്ധിയും ഒക്കെ സ്വാധീനിക്കപ്പെടും. ഇപ്പം ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നത് കുട്ടികളില്ലാത്തവരും കുട്ടികളുണ്ടാകുക എന്നുള്ളതാണ്. ഇതൊരു അത്ഭുതമാണിത്. എനിക്കൊരു 5845 വീടുകളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് 10 വർഷമായി 15 വർഷമായി കുട്ടികളുണ്ടായില്ല. ഒന്നുമില്ല, നമ്മൾ ഈ തത്വങ്ങൾ പറയുന്നതിൽ പൃഥ്വി തത്വത്തിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ മാത്രമാണ് കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. അതാണ്. നേരെ മറിച്ച് അഗ്നി തത്വത്തിലാണ് കിടക്കണമെങ്കിലും ഭാര്യ ഭർത്താവും തമ്മിൽ എല്ലാ ദിവസവും ഞാൻ പിടിച്ച മുകളിൽ 16 അതാണ്. അല്ല പറയുന്നത്, ഈ ഓരോ കാര്യങ്ങൾ ഒരു സൂക്ഷ്മമായ വശങ്ങളാണെങ്കിലും അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ജീവിതം ഒരുപാട് ബ്യൂട്ടിഫുൾ ആകും. അല്ല, എനിക്ക് പറഞ്ഞതിന് ഒരുപടി പഠിക്കാൻ കഴിഞ്ഞു. ഡെയിൽ കാർണിൻ്റെ പുസ്തകം ഹൗ ടു വിൻ എന്നെല്ലാം പറഞ്ഞു. അപ്പം അതിനേക്കാളും വലിയ ഉപദേശം നമ്മൾ കുടുംബങ്ങളിലേക്ക്, വിദ്യാകേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ട ഒരു ശാസ്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു പോയിന്റും കൂടി വരുന്നുണ്ട്. അതായത് യൂറോപ്യൻസ് ആണ് ഇതിലെപ്പോഴും സെല്ല് ചെയ്യുന്നതിൽ വിജയിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ ഇന്ത്യൻ സിസ്റ്റം ഒക്കെ ഒരു ഒക്കൾട്ട് സയൻസ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് എന്നാ പറയുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശാസ്ത്രങ്ങളൊക്കെ എക്സ്പീരിയൻസ് ബേസ്ഡാണ്. ഇപ്പം നമ്മൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ 1 1 2 ഡിഫൈൻഡ്, H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയാൽ ജലമായി. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവരെല്ലാവരും ചിരിക്കും. കാരണം ഇവിടെ ഇത് എക്സ്പീരിയൻസ് ലെവലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സയൻസിന് എക്സ്പീരിയൻസിനെ പ്രൂവ് ചെയ്യാനുള്ള സ്കെയിലില്ല. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ ശാസ്ത്രങ്ങൾ എപ്പോഴും സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞിട്ട് സ്യൂഡോ സയൻസ് അല്ല പലത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിത കഥയിൽ പറഞ്ഞില്ലേ, ആ ശർമ്മ എന്ന് പറഞ്ഞ ജ്യോതിഷക്കാരൻ എന്നെ കണ്ടിട്ടില്ല, ഒന്നും കണ്ട എൻ്റെ എന്തോ കണക്കുകൾ നോക്കിയിട്ട് പറയാം, ഇത് ഒരു ചെറിയ ലാവണത്തിൻ്റെ പണി, നിങ്ങൾ എന്നെ ഓർമ്മിക്കും. അയാളെങ്ങനെ പറഞ്ഞു വണ്ടർഫുൾ. അപ്പം അതാണ് ജ്യോതിഷം എന്നെല്ലാം പറഞ്ഞാൽ അതിൽ ആളുകൾ എവിടെയല്ലോ നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും എല്ലാം നമ്മൾ അറിഞ്ഞു പറയാൻ പാടില്ല. അല്ലേ അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഇല്ലല്ലോ. എന്താ പണ്ടൊരു മോഹൻലാലിൻ്റെ സിനിമ കണ്ടായി, ഓട്ടോ കണ്ടായി, ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അതേമാതിരി ഓരോരുത്തരും ഓരോരോ സബ്ജക്റ്റിൽ ഇതാണ്. ഏതായാലും വളരെ സന്തോഷം. ഇന്ന് ഒരു എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ നിർവചനങ്ങളും അതെല്ലാം വാസ്തവത്തിൽ പുസ്തകങ്ങളിൽ എഴുതിയിട്ട് അടുത്ത തലമുറയിൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും എഴുതണം. ഞാനതിനൊരു അവതാരിക എഴുതും. ഓ തീർച്ചയായിട്ടും. വണ്ടർഫുൾ. താങ്ക് യു. വെച്ചിട്ട് പാടി എൻ്റെ ചെറിയ സ്കെയില് കൊണ്ടാണ്. അയ്യോ അതൊരു വലിയൊരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ നിഷാന്ത് തോപ്പിലിനെ പോലെയുള്ള ഏറ്റവും വിദഗ്ധനായ വാസ്തുശാസ്ത്ര വിദഗ്ധൻ ഇവിടെ എത്തിയതിലും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട കാര്യങ്ങൾ ഇവിടെയും ചെറിയ മാറ്റങ്ങളല്ല, അതായത് പൊളിച്ചു പണിയുന്നതിനുപരി ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ സ്ഥാപനത്തിന് ഇനിയും മുന്നേറാൻ പറ്റും എന്നുള്ള വിജ്ഞാനപ്രദമായ വിവരം എനിക്ക് പകർന്നു തന്നതിലും വളരെയധികം സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.